ഓം അഗതീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഹരിത തിലകം ലക്ഷ്മി വശ്യപ്രദമാണ്. എന്തുകൊണ്ട്? ഇത് ആർക്കൊക്കെ ധരിക്കാം, എപ്പോഴൊക്കെ ധരിക്കാം, എങ്ങനെ ധരിക്കാം? ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹരിത തിലകം. ഹരിത തിലകം ഹരിത തിലകം എന്ന് പറഞ്ഞാല് പച്ച നിറത്തിലുള്ള തിലകം, നെറ്റില് ചാർത്തുന്ന തിലകം, പച്ച നിറത്തിലുള്ള തിലകം. പച്ച നിറത്തിലുള്ള തിലകം പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന വിധികള് മാന്ത്രിക ആചാരപ്രകാരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച കുങ്കുമമോ ഉപയോഗിക്കാം. ഇത് ലക്ഷ്മി വശ്യപ്രദമാണെന്ന് പറയുന്നത്. ലക്ഷ്മി വശ്യപ്രദം, മഹാലക്ഷ്മിയെ വശീകരിക്കും എന്ന് പറയുന്നു. ഇത് നടക്കും. അപ്പോ പച്ച എന്ന് പറയുന്ന കളറ്, പച്ച കളറ് ബുധന്റെ കളറാണ്. ഓരോ കളറുകൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രമാണ സഹിതം. ഞാൻ പ്രമാണത്തിലേക്ക് പോകുന്നില്ല, ഇത് താന്ത്രിക് കണക്ഷൻ ഉള്ളതായതുകൊണ്ട്. പച്ച എന്ന് പറഞ്ഞ ബുധനാണ്. ബുധന്റെ കാരകത്വം എന്താണ്? ബുധൻ വിദ്യാകാരകനാണ്. ബുധൻ പ്ലാനിങ്ങിന്റെ കാരകനാണ്. പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഓറിയന്റേഷൻ, ഡീറ്റെയിലിംഗ്, ഇങ്ങനെ പല തരത്തില് ബിസിനസ് മേഖലയിൽ നമ്മൾ ഈടുപാട് പെടുമ്പോൾ ഒരു ബിസിനസ് മേഖലയുടെ മാനേജ്മെന്റിന്റെ പ്ലാനിങ് എന്ന് പറയുന്ന പദ്ധതിയുടെ കാരകനാണ് ബുധൻ. അപ്പോ ഏതൊരു പ്രവൃത്തിയും പ്ലാനിങ്ങോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും. അപ്പൊ ഈ പ്ലാനിങ് എന്ന് പറയുന്നതിന്റെ കാരകനായ ബുധൻ, ബുധന്റെ കളറായിട്ടുള്ള പച്ച നിറം, ചുവപ്പെന്നല്ല, പച്ച. അപ്പൊ ഈ പച്ച നിറം നമ്മള് ബുധന്റെ ശരീരഭാഗമായിട്ടുള്ള നെറ്റി, നമ്മുടെ ഫേസിൽ ഓരോ ഗ്രഹത്തിനും കാരകത്വം ഉണ്ട്. പല്ലിന്റെ കേസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വ ഗ്രഹത്തെ പറ്റി. രാഹുവിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റി തടം എന്ന് പറയുന്നത് ബുധന്റെ കാരകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഉയർന്ന നെറ്റി, നെറ്റിയുടെ വീതി 4, 3, 2 വിരല് ഇത്തരത്തിലും, 5 വിരല് ഉള്ള നെറ്റി, 6 വിരല് വീതിയുള്ള നെറ്റി, ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പറയാം. നെറ്റി എന്നത് ബുധന്റെ കാരകത്തുള്ളതാണ്. അപ്പൊ ബുധന്റെ കാരകത്തുള്ള ഇടത്തില് ഹരിത തിലകം ബുധനാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് പ്രത്യേകിച്ച് ചാലിച്ച് പുരട്ടിക്കഴിഞ്ഞാല് ആ ഉദയ സമയത്ത് സൂര്യന്റെ രശ്മികൾ ബുധന്റെ പ്രഭാവത്തോടു കൂടിയായിരിക്കും ബുധനാഴ്ച വരിക. അപ്രകാരം നമ്മൾ ആദ്യമായി സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ ആ എനർജി നമ്മളുടെ ഇവിടേക്ക് കൂടുതൽ അബ്സോർബ് ചെയ്ത് ബുധന്റെ ഫ്രീക്വൻസിയെ നമ്മളിലേക്ക് കൂടുതൽ കയറ്റുവാനായിട്ട് ഈ ഹരിത തിലകം കൊണ്ട് സാധിക്കും പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു താന്ത്രിക് ലോജിക്ക് അല്ലെങ്കിൽ അസ്ട്രോളജിക്കൽ ലോജിക്കാണ്. ഇതിന് സയന്റിഫിക് ലോജിക് ഒന്നും പറയാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അപ്പൊ ഇത് വേറെ ദിവസം ധരിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ധരിക്കണ്ട. തിങ്കളാഴ്ച ധരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും. തിങ്കളാഴ്ച ധരിക്കണ്ട, തിങ്കളാഴ്ച ധരിച്ചാൽ കുഴപ്പമുണ്ടാവും എന്നാണ് അസ്ട്രോളജി പറയുന്നത്. കാര്യം ബുധന് ചന്ദ്രൻ ശത്രുവാണ്. ചന്ദ്രന്റെ മാതാവാണ് ബുധൻ. ചന്ദ്രന്റെ പുത്രനാണ് ബുധൻ. ബുധന്റെ മാതാവാണ്, ബുധന്റെ അമ്മയാണ് ചന്ദ്രൻ. എങ്കിലും ബുധന് ചന്ദ്രൻ ശത്രുവാണ്. മിത്രേ സൂര്യസിതോ ബുധസ്യ ഹിമഗു ശത്രു എന്ന് പറഞ്ഞാണ്. ബുധസ്യ ഹിമഗു ശത്രു, ബുധനെ ഹിമഗു എന്ന് പറഞ്ഞ ചന്ദ്രൻ ശത്രുവാണ്. അപ്പോ ചന്ദ്രന്റെ പ്രഭാവമുള്ള ദിവസം ഒരു കാരണവശാലും ഹരിത തിലകം ധരിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പം വരും. അതേപോലെ വ്യാഴാഴ്ച, ചിലർ വ്യാഴാഴ്ച ഹരിത തിലകം ധരിക്കാനായിട്ട് പറയും. കാര്യം വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ധനം, പെരുമ്പണം എന്ന് പറയുന്ന പെരുമ്പണത്തിന്റെ വസതി, അതിന്റെ കാരകനായിട്ടുള്ള വ്യാഴത്തിന്റെ ദിവസമാണല്ലോ. പിന്നെ വ്യാഴത്തിനൊരു കുഴപ്പം പോലെ തന്നെ വ്യാഴത്തിനൊരു ഗുണമുണ്ട്. വ്യാഴം സർവേശ്വരനാം ദക്ഷിണേ നിത്യം എന്ന് പറയുന്നത് പോലെ ഉപദ്രവം ചെയ്യില്ല എന്ന് പറയുന്നത് ജീവകാരകനായതുകൊണ്ട്. എങ്കിലും വ്യാഴ ദിവസം കുറച്ചും കൂടി, ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ കാരകത്വം എടുക്കുകയാണെങ്കിൽ വ്യാഴത്തിന് ബുധൻ ശത്രുവാണ്. സുരേയി സൗമ്യ സിതാവരി
സൗമ്യനായിട്ടുള്ള ബുധനും സിതനും ശുക്രനും ശത്രുവായതിനാല് വ്യാഴത്തിന്റെ എനർജി വരുന്ന ദിവസം നമ്മൾ ബുധന്റെ കാരകത്വമുള്ള ഒരു സാധനം നമ്മുടെ നെറ്റിയിൽ, അതായത് ഈ തിലകം നെറ്റിയിൽ ധരിച്ചിട്ട് ആ എനർജി അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ കിട്ടുന്നത് വ്യാഴത്തിന്റെ എനർജി ആയിരിക്കും. നമുക്ക് ഇതിലൂടെ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ ദോഷമായിട്ട് വരാം, മിക്സിംഗ് ആയിട്ട് എനർജി. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരിക്കും അസ്ട്രോളജിക്കലി കാരകത്വം ഉപയോഗിക്കുകയാണെങ്കിൽ, വസ്തുക്കളുടെ കാരകത്വം ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പൊ ഏതൊരു വസ്തുവിന്റെ കാരകത്വം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുവോ അതിന്റെ കർമ്മം നമുക്ക് കണക്ട് ആവും എന്ന് പറയുന്നത്. കർമ്മം കണക്ട് ആവും എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻസ് നമ്മളിലേക്ക് വരും. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് സ്കിൽ കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പണം വരാം. എങ്കിലും ഇതിനൊരു കുഴപ്പം, ഞാൻ ഇത് പറയുമ്പോൾ ഇടയ്ക്ക് പറയുകയാണ്, സാധാരണ ഞാൻ പൊട്ടുകൾ ഇതൊന്നും തൊട്ടൊന്നും എപ്പോഴും നടക്കാറില്ല. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും ജ്യോതിഷാലയത്തിൽ ഇരിക്കുന്ന സമയത്തും മാത്രമേ ഞാനിത് ധരിക്കാറുള്ളൂ. തിലകങ്ങൾ അല്ലാത്ത സമയത്ത് ധരിക്കാറില്ല, പല പരിപാടികളുള്ളതുകൊണ്ട്. അപ്പൊ ഇതൊരു അസ്ട്രോളജിക്കൽ, സ്പിരിച്വൽ, ഈവൻ റിലീജിയസ് സിമ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് തിലകമൊക്കെ. ചില മതജാതിക്കാരൊന്നും ഇത് ധരിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ട് ഒരു പബ്ലിക്കിൽ ധരിക്കണമെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ആ രാവിലെ ധരിച്ച് ആ ബുധന്റെ കാലഹോര കഴിയുന്ന സമയത്ത്, ബുധന്റെ കാലഹോര കഴിയാന്ന് പറഞ്ഞാല് ഉദയത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് തുടച്ചു നീക്കാം. കാലഹോരയെ പയൻപെടുത്തി ഉപയോഗപ്പെടുത്തി ഇത് ധരിക്കുന്ന മെത്തേഡുകളും സിദ്ധറുകളും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹരിത തിലകം നമുക്ക് ധരിക്കാം. അതിന് തൽക്കാലത്തേക്ക് കുങ്കുമമാണ് കിട്ടുള്ളൂ. അല്ലാത്ത വിധികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വിധികൾ പിന്നീട് പറയാം. അത് ധരിക്കുമ്പോൾ ബുധനാഴ്ച ദിവസം ഉദയത്തിന് മുമ്പേ നീറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ധരിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഉദയത്തിന് ശേഷം 1 മണിക്കൂർ ധരിക്കാം. എന്നാൽ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസം ഇത് ധരിച്ചാൽ കാരകത്വം ഓപ്പോസിറ്റായി മാറും, കർമ്മം നെഗറ്റീവ് ആകും. അപ്പോൾ നമുക്ക് കുഴപ്പങ്ങളും ബ്ലോക്കുകളൊക്കെ വന്നെന്ന് ഇരിക്കാം. അതുകൊണ്ട് ലക്ഷ്മി വശം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കാരകത്വം നോക്കി ഉപയോഗിക്കാം. പിന്നെ ദശയെ പയൻപെടുത്തി ഈ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.